വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 650 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും നടക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിവാദമായ വൈദ്യുതി നിയമ ഭേദഗതികൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. കേരളത്തിൽ INTUC ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെങ്കിലും പ്രത്യേകമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയെന്ന് സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ അറിയിച്ചു. സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി, ലോറി തുടങ്ങിയ മോട്ടോർ വാഹന തൊഴിലാളികളും പണിമുടക്കിൽ അണിചേരും. ബാങ്ക്, ഇൻഷുറൻസ്, റെയിൽവേ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകൾ, IT സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും അടഞ്ഞുകിടക്കാനാണ് സാധ്യത. അതേസമയം BMS പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കും. സർവീസുകൾ മുടക്കില്ലാതെ നടത്തണമെന്നാവശ്യപ്പെട്ട KSRTC ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രികൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ തീർത്ഥാടന വാഹനങ്ങളെയും മാരമൺ കൺവെൻഷനിലേക്കുള്ള യാത്രക്കാരെയും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, ഇന്ന് പണിമുടക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ലേബർ കോഡിനെതിരെയുമാണ് ഏകദേശം 10 സംഘടനകൾ, BMS ഒഴികെയുള്ള 10 സംഘടനകൾ സംയുക്ത സമരമായി ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ള 24 മണിക്കൂർ പണിമുടക്കാണ്. ഏകദേശം ബന്ദിന് സമാനമായിട്ടുള്ള ഒരു പണിമുടക്കാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള മാരാമൺ കൺവെൻഷനും പിന്നെ ശബരിമലയിലെ എല്ലാ മാസവും 1-ാം തീയതി തൊഴുന്ന ദിവസമായതിനാൽ ഈ തീർത്ഥാടകർക്കും മാരാമൺ കൺവെൻഷൻ എത്തുന്ന വാഹനങ്ങളെയൊക്കെ സംയുക്ത സമരസമിതി വണ്ടി തടയില്ലെന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. പിന്നെ കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി എന്നീ 2 പഞ്ചായത്തുകളെ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെങ്കിലും പക്ഷെങ്കിൽ ഈ ബന്ദിന് സമാനമായ രീതിയിലായതുകൊണ്ട് സ്വകാര്യ വാഹനങ്ങളൊന്നും നിരത്തിൽ ഇറക്കത്തില്ല. ടാക്സിയും പിന്നെ ടെമ്പോയും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹോട്ടലുകളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ട് അടഞ്ഞുകിടക്കുകയാണ്. കാൽനട യാത്രക്കാർ മാത്രമാണ് പിന്നെ കോൺവോയ് അടിസ്ഥാനത്തിൽ KSRTC ബസ് ഓടുന്നത്. അതായത് 1 ലേബർ കോഡ് പിൻവലിക്കുക, 2 മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, 3 കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി ഭേദഗതി ബോർഡ് അതിന്റെ ഭേദഗതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സംയുക്ത സമരസമിതി ഇന്ന് ദേശീയ വ്യാപകമായി ഈ പണിമുടക്ക് നടത്തുന്ന അതിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ അധ്യാപകരും കർഷക സംഘടനകളും ചെറുകിട തൊഴിലാളി സംഘടന ഒക്കെ ഈ സമരത്തിനെ ആഹ്വാനം ചെയ്തതുകൊണ്ട് ഒരു ബന്ദിന് സമാനമായിട്ടുള്ള ഒരു പണിമുടക്കാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ദൃശ്യമാകുന്നത്. ദീപ്തി. ശരി, ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, നിലവിൽ ഇടുക്കി ജില്ലയിൽ പണിമുടക്ക് സജീവമാണോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ആദിത്യ, തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് പണിമുടക്ക് പൂർണ്ണമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം INTUC CIT അടക്കമുള്ള തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ നേതൃത്വം വഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും വാഹനങ്ങൾ നിരത്തിറക്കില്ല എന്ന് തന്നെയാണ് ഇന്നലെയും നമ്മളോട് അവർ വ്യക്തമാക്കിയത്. കാരണം ശക്തമാക്കാൻ തോട്ടമേഖലയെ അപേക്ഷിച്ച് ഈ സമരം പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഏതായാലും ജില്ലയെ അപേക്ഷിച്ച് നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരവധി സഞ്ചാരികളും കൂടി എത്തിയിട്ടുണ്ട്. ഈ സമരം സഞ്ചാരികളെ തരത്തിൽ ബാധിക്കും എന്ന് തന്നെ അറിയില്ല. പൂർണ്ണമായും തന്നെ കടകമ്പോളങ്ങൾ അടയ്ക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം സമരാനുകൂലികൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നിരത്തിറക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സമരാനുകൂലികളുടെ ഒരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ പ്രത്യേക ഇന്ന് INTUC CIT അടക്കമുള്ള സംഘടനകൾ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. രാവിലെ യോഗത്തിന് ശേഷമായിരിക്കും അതിനോടൊപ്പം തന്നെ വാഹനങ്ങൾ തടയുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുക. എന്നാൽ ഇപ്പോൾ കടകമ്പോളങ്ങൾ പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിൽ ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് കാണാനാകുക.
ശരി, എന്തായാലും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ജില്ലകളിലെല്ലാം പൂർണ്ണമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 650 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും നടക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിവാദമായ വൈദ്യുതി നിയമ ഭേദഗതികൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു പണിമുടക്ക് നടത്തുന്നത്. കേരളത്തിൽ INTUC ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെങ്കിലും പ്രത്യേകമായാണ് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി, ലോറി തുടങ്ങിയ മോട്ടോർ വാഹന തൊഴിലാളികളും പണിമുടക്കിൽ അണിചേരും. ബാങ്ക്, ഇൻഷുറൻസ്, റെയിൽവേ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകൾ, IT സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും അടഞ്ഞുകിടക്കാനാണ് സാധ്യതയുള്ളത്. അതേസമയം BMS പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കും. സർവീസുകൾ മുടക്കില്ലാതെ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് KSRTC ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട്. അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രികൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ തീർത്ഥാടന വാഹനങ്ങളെയും മരമൺ കൺവെൻഷനിലേക്കുള്ള യാത്രക്കാരെയും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MJ യും ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണിയുമാണ് ചേർന്നത്. ദേശീയ പണിമുടക്കിന് ഡയസ് നോൺ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. പണിമുടക്കിൽ പങ്കെടുക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെയാണ് ഡയസ് നോൺ പ്രഖ്യാപിച്ചത്. ജോലിക്ക് ഹാജരാകാത്ത സർക്കാർ ജീവനക്കാർക്ക് വേതനം ലഭിക്കില്ല. പണിമുടക്ക് ദിവസം അവധിയും അനുവദിക്കില്ല. ദേശീയ പണിമുടക്കിന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പണിമുടക്കിൽ പങ്കെടുക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെയാണ് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോലിക്ക് ഹാജരാക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് വേതനം ലഭിക്കില്ല. പണിമുടക്ക് ദിവസം അവധിയും അനുവദിക്കില്ല. സർക്കാർ ജീവനക്കാർക്ക് ഡയസ് നോൺ ആണ് ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ശമ്പളം അനുവദിക്കില്ല എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പണിമുടക്ക് ദിവസം അവധിയും അനുവദിക്കില്ല. അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെയാണ് ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. MG സർവകലാശാല വ്യാഴാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. കേരള സർവകലാശാലയും ഇന്നത്തെ ചില പരീക്ഷകൾ മാറ്റിവെച്ചു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന MFA 1-3 സെമസ്റ്ററുകളിലെ പരീക്ഷകൾ യഥാക്രമം 18-19 തീയതികളിൽ നടത്തും. 5ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BSc ഇലക്ട്രോണിക്സിന്റെ ഇന്ന് നടത്താനിരുന്ന പ്രാക്ടിക്കൽ 18-ന് നടത്തും. കരിയർ റിലേറ്റഡ് BCA 2025 ഡിസംബർ പരീക്ഷയുടെ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രാക്ടിക്കൽ 16-ന് നടത്തും. PSC കോഴിക്കോട് ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൽ നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷയും മാറ്റിവെച്ചു. ഫെബ്രുവരി 21-ലേക്കാണ് മാറ്റിയത്. പരീക്ഷാ കേന്ദ്രത്തിലോ സമയത്തിലോ മാറ്റമുണ്ടാകില്ല. നിലവിൽ ഡൗൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റുകളുമായി എത്തണം എന്നും അറിയിച്ചിട്ടുണ്ട്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പരീക്ഷകളടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ്. MG സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് സർവകലാശാല അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള സർവകലാശാലയും ഇന്നത്തെ ചില പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന MFA 1-3 സെമസ്റ്ററുകളുടെ പരീക്ഷകൾ യഥാക്രമം 18-19 തീയതികളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ്
BSc ഇലക്ട്രോണിക്സിന്റെ ഇന്ന് നടത്താനിരുന്ന പ്രാക്ടിക്കൽ 18 നടത്തും. കരിയർ റിലേറ്റഡ് BCA 2025 ഡിസംബർ പരീക്ഷയുടെ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രാക്ടിക്കൽ 16 നടത്തും. അതുപോലെ തന്നെ PSC കോഴിക്കോട് ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൽ നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 21 ഈ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രത്തിലോ സമയത്തിലോ മാറ്റമുണ്ടാകില്ല. നിലവിൽ ഡൗൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റുകളുമായി എത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്.